ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഇമയ ബുട്ടിക്. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളർ ഷെയ്ഡിലും കളർ കോമ്പിനേഷനിലും വരുന്ന കുർത്തീസ് ആണ്. 399 ആണ് ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 399 മുതലുള്ള കുർത്തീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് വീഡിയോ മുന്നായിട്ട് 399 എയർലൈൻ മോഡലിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി റിക്വസ്റ്റ് ആയിരുന്നു വീണ്ടും റീസ്റ്റോക്കിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മൾ 2 തവണ ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്തിരുന്നു. ഇത് 3ാമത്തെ തവണ നമ്മൾ പാറ്റേണിൽ ചെറിയ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ജോർജറ്റ് ഫാബ്രിക്കിൽ എയർലൈൻ മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറെ റിക്വസ്റ്റ് വരുന്നത് ഇപ്പോൾ എയർലൈൻ മോഡലിലാണ്. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എയർലൈൻ മോഡലിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള വീഡിയോസ് മിസ്സാകാതെ കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടൺ ഫാബ്രിക്കില്, ജോർജറ്റ് ഫാബ്രിക്കില്, അതുപോലെ തന്നെ നെറ്റ് കോട്ടൺ ഫാബ്രിക്, ഈ 3 ഫാബ്രിക്കിലുള്ള കുർത്തീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒട്ടും മിസ്സാകാതെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. 399 മുതലാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ കാറ്റഗറിയിലെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ. നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡില് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു ത്രെഡ് വർക്ക് യോക്ക് പോർഷനിൽ വരുന്നത്. വീനെക്ക് പാറ്റേണിൽ സ്ലിറ്റഡ് ആയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അത്രയും കംഫർട്ടബിൾ ആണ്. അഫോർഡബിൾ പ്രൈസിലും ആണ് ഈ ഒരു കോട്ടൺ കുർത്തി വന്നിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡില് ഡബിൾ ടോൺ ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീനും ഒരു റെഡ് ഷെയ്ഡിലൊക്കെ വരുന്ന നല്ലൊരു ത്രെഡ് വർക്ക് ആണ് യോക്ക് പോർഷനിൽ വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ കുർത്തിയാണ്. നല്ലൊരു കളർ ഷെയ്ഡിലുമാണ് ഈ ഒരു കുർത്തി വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡൊക്കെ ഇല്ലാത്തവർ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ്. 599 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഇനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഏതാന്ന് നോക്കാം. ഈ ഒരു പാറ്റേണിൽ വരുന്ന സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ. സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത്. ഒരു വീനെക്ക് കൊടുത്തിട്ടുണ്ട്. ഷാർപ്പ് ആയിട്ട് വരുന്ന ഒരു വി അല്ല, കുറച്ച് ബെൻഡ് ചെയ്ത് ഒരു റൗണ്ട് നെക്ക് പോലെ ചെറിയൊരു ബെൻഡ് വന്നിട്ടുള്ള ഒരു വീനെക്കിലാണ് ചെയ്തിട്ടുള്ളത്. സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ യോക്ക് പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വരുന്നത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഡിഫറെന്റ് കളേഴ്സിലുള്ള എംബ്രോയിഡറി വർക്ക് നല്ല നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന അത്രയും നല്ല കോട്ടൺ കുർത്തിയാണ് വന്നിട്ടുള്ളത്. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 599 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഈ ഒരു പാറ്റേണിൽ 3 കളർ ഷെയ്ഡാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഗ്രേപ്പ് വൈൻ ആയിരുന്നു. സെക്കൻഡ് കളർ എന്ന് പറയുന്നത് മസ്റ്റാർഡ് യെല്ലോ. തേർഡ് കളർ എന്ന് പറയുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി കണ്ടു നോക്കാം. ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത്. നല്ലൊരു വീനെക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ത്രെഡ് വർക്ക് ആണ് യോക്ക് പോർഷനിൽ വരുന്നത്. നല്ലൊരു മെറൂൺ ഷെയ്ഡിലും വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ത്രെഡ് വർക്ക് ആണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോട്ടൺ ലൈനിങ് നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 599 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെയിം ഫീച്ചർ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഡീറ്റെയിലിംഗിലോട്ട് പിന്നെയും പോവാത്തത്. നമുക്ക് ഈ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് കാറ്റലോഗിൽ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ എയർലൈൻ മോഡലിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 399 കുർത്തീസ് ആണ് വരുന്നത്. 3 കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 399 ഒരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു കളർ ഷെയ്ഡിലാണ്, ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. ഒരു ഓംലെറ്റ് ഷെയ്ഡ് ഒക്കെയാണ്. കുർത്തിയുടെ ടോപ്പ് പോർഷനിൽ വരുന്നത് ഡാർക്ക് ആയിട്ടും താഴേക്ക് പോകുന്നതും ചെറിയ ലൈറ്റർ ആയിട്ടാണ്. ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെ ലൈറ്റർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് താഴേക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു ഫ്ലെയറില് എയർലൈൻ മോഡലിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഷാർപ്പായിട്ടുള്ള ഒരു വീനെക്കാണ്. യോക്ക് പോർഷനിൽ ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ സീക്വൻസ് വർക്ക് ആണ് വരുന്നത്. സെയിം തന്നെ ഈ ഒരു സ്ലീവ്സിന്റെ ഹെമ്മിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ പോട്ട്ലി ബട്ടൺസ് താഴേക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ. സെയിം തന്നെ സ്ലീവ്സിലും ആ ഒരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും.
47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ. 399 ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇനിയും കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇന്ന് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഇതിന്റെ തന്നെ നമുക്ക് 3 കളർ ഷെയ്ഡ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതും ഒരു ഓംബ്ര ഷെയ്ഡ് തന്നെയാണ്. ഈ ഒരു കുർത്തിയുടെ ടോപ്പ് പോർഷനിൽ വരുന്നത് ഡാർക്കർ പിങ്കും താഴേക്ക് ലൈറ്റർ ആയിട്ടാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ല വെറൈറ്റി ആയിട്ട് ഈ 399 കിട്ടാന്ന് വെച്ചാൽ അത്രയും അഫോർഡബിൾ ആണ് കേട്ടോ. ടോപ്പ് പോർഷനിൽ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള സീക്വൻസ് വർക്കാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ കൊടുത്തിട്ടുള്ളത്. വി നെക്കില് താഴേക്ക് പോട്ട്ലി ബട്ടൺസ്, ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന പാച്ച് വർക്ക് ആണ് സ്ലീവ്സിന്റെ ഹെമ്മിലായിട്ടും കൊടുത്തിട്ടുള്ളത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഒരു ഓംബ്ര ഷെയ്ഡില് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ 2X സൈസ് വരെയാണ്. മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഇതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് പീകോക്ക് ബ്ലൂ. ഇതും ഒരു ഓംലെറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ടോപ്പ് പോർഷനിൽ മുകളിലായിട്ട് ഡാർക്കർ ആയിട്ടും താഴേക്ക് ചെറിയൊരു ലൈറ്റർ ഷെയ്ഡിലുമാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഒരു യോക്ക് പോർഷനിൽ അതേ പാച്ച് വർക്ക് കൊടുത്തിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് സെയിം ഡബിൾ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കൂടി നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. 399 മാത്രമേ ഉള്ളൂ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇല്ലാത്ത കളർ ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ്. മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കാറ്റലോഗിൽ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഇപ്പൊ 3-4ാമത്തെ തവണയാണ് ഡിഫറെന്റ് കളർ ഷെയ്ഡിൽ കൊണ്ടുവരുന്നത്. അതിൽ ഈ ഒരു കളർ ഷെയ്ഡ് പൗഡർ ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ ആദ്യമായിട്ടാണ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മൾ മെറൂൺ, ഒലീവ് ഗ്രീൻ, പിങ്ക്, നേവി ബ്ലൂ ആ ഒരു ഷെയ്ഡിലൊക്കെയാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പേസ്റ്റഡ് കളേഴ്സിൽ സെയിം ഫാബ്രിക്കിൽ കൊണ്ടുവരുമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റിക്വസ്റ്റിലാണ് നമ്മൾ പേസ്റ്റഡ് കളേഴ്സിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 പേസ്റ്റഡ് കളറിലാണ് വരുന്നത്. ഫസ്റ്റ് വന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന പൗഡർ ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു ത്രെഡ് വർക്ക്, വൈറ്റ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു ചെറിയൊരു വി കട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നെക്ക് പോർഷൻ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ടോപ്പ് പോർഷനിലും സ്ലീവ്സിലും സെയിം ത്രെഡ് വർക്ക് തന്നെ, വൈറ്റ് ത്രെഡ് വർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത്, നെക്കോട്ട ഫാബ്രിക് എന്ന് പറയുന്നത് അത്രയും സോഫ്റ്റും കംഫർട്ടബിൾ ആണ് കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ വീണ്ടും റീസ്റ്റോക്ക് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഡിഫറെന്റ് കളർ ഷെയ്ഡിൽ മാക്സിമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. 47 ഇഞ്ചസ് ആണ് ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി ത്രൂ ഔട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത്. 3/4 ആയിട്ട് സ്ലീവ്സ് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയച്ചാൽ മതി കേട്ടോ. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഒനിയൻ ഷെയ്ഡ് ആണ് കേട്ടോ. ലൈറ്റർ ആയിട്ട് വരുന്ന ഒരു ഒനിയൻ ഷെയ്ഡ് ആണ് വരുന്നത്. സെയിം ഫീസ് തന്നെയാണ്. സെയിം നെക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്ക്, ചെറിയൊരു വി കട്ട് സെന്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനിൽ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നേരത്തെ കണ്ടതിൽ നമുക്ക് സ്ലീവ്സിലും സെയിം ത്രെഡ് വർക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഒനിയൻ ഷെയ്ഡിൽ സ്ലീവ്സിന്റെ ഹെമ്മിലായിട്ട് മാത്രമാണ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഏത് കളർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് വരുന്നത് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ടോപ്പ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സിലും സെയിം ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സും സെയിം ലൈനിങ്ങിൽ തന്നെ ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 640 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് റെഡി ടു വെയർ ഫുൾ സെറ്റ് ആണ് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നമ്മൾ സ്ലിറ്റഡ് ആയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്, സിംഗിൾ കുർത്തിയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഫുൾ സെറ്റിൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ്. 999 മാത്രമേ ഉള്ളൂ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത്. ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ. ഈ ഒരു കുർത്തി നമ്മൾ മെറ്റീരിയൽ എടുത്ത് അതിന്റെ സ്റ്റിച്ചിങ് കോസ്റ്റ് എല്ലാം കൂടി നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിൽ കിട്ടാന്ന് വെച്ചാൽ വേർത്ത് ആണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. കുറച്ചു പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നെക്ക് കുറച്ചും കൂടി താഴേക്ക് ഇറക്കാനായിട്ട്. നമ്മൾ അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നെക്ക് ലൈനും അതുപോലെ തന്നെ വൺ സൈഡ് ആയിട്ടാണ് ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പിന്റെ താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ടും ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനിലും ബാക്ക് പോർഷനിലും സെയിം പ്രിന്റ് തന്നെ സ്കാറ്റേർഡ് ആയിട്ട് ചെറിയൊരു വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കുർത്തി ചെയ്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. സ്ലീവ്സിലും സെയിം ലൈനിങ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത്. സ്ലീവ്സിലും സ്കാറ്റേർഡ് ആയിട്ട് ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ടോപ്പ് പോർഷൻ വരുന്നത്. നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് സാൻഡൂൺ എന്ന് പറയുന്നത്. ബോട്ടം ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. 40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്തും കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത്. ബോട്ടത്തിന്റെ ഹെമ്മിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. 40 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. ദുപ്പട്ട ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന മോഡലിൽ 4 ബോർഡേഴ്സിലും സെയിം ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്കാറ്റേർഡ് ആയിട്ട് ചെറുതായിട്ട് ഫ്ലവർ പ്രിന്റും വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ. 4 ബോർഡേഴ്സിലും നല്ലൊരു പ്രിന്റ് കൊടുത്തിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് നല്ല കളേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് സ്കാറ്റേർഡ് ആയിട്ട് ചെറിയൊരു പ്രിന്റും വരുന്നുണ്ട്. ദുപ്പട്ടയുടെ എൻഡിലായിട്ടാണ് 4 ലെയറിൽ സെയിം പ്രിന്റ് തന്നെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് ഇത് ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. നമുക്ക് വൺ സൈഡ് ആയിട്ടോ തട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പാകത്തിന് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്നതാണ്. അത്രയും സോഫ്റ്റും ആണ് കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 999 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ. ലാവൻഡർ ഷെയ്ഡ് തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാവൻഡർ ഷെയ്ഡ് ലൈറ്റർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ മാക്സിമം കിട്ടാത്തവരൊക്കെ പർച്ചേസ് ചെയ്യുക. കഴിഞ്ഞ തവണ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു കളർ ഷെയ്ഡ് സോൾഡ് ഔട്ട് ആയി. നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡിൽ നമ്മൾ അതുകൊണ്ടാണ് വീണ്ടും കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ കിട്ടാത്തവരൊക്കെ പർച്ചേസ് ചെയ്യുക. ഇല്ലാത്ത കളർ ഷെയ്ഡ് നോക്കിയിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. സെയിം ഫീച്ചർ തന്നെയാണ് ഈ ഒരു ടോപ്പ് പോർഷനിലും വരുന്നത്. നെക്ക് ലൈനിലും അതുപോലെ തന്നെ വൺ സൈഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് സ്കാറ്റേർഡ് ആയിട്ട് ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ട് ഈ ഒരു ടോപ്പ് പോർഷൻ ഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷനും വരുന്നത് സെയിം പ്ലെയിൻ ഷെയ്ഡിൽ ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട്. സ്ലീവ്സിലും അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ്സിലും സെയിം ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ലാസ്റ്റ് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ലുക്കും കൂടി കാണാം കേട്ടോ. ബോട്ടം സെയിം തന്നെ സാൻഡൂൺ ഫാബ്രിക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവും. 40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ്. ദുപ്പട്ട നേരത്തെ കണ്ട പോലെ തന്നെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റില് 4 ബോർഡേഴ്സിലും സെയിം പ്രിന്റ് തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. സ്കാറ്റേർഡ് ആയിട്ട് ചെറിയൊരു പ്രിന്റും ഈ ഒരു ദുപ്പട്ടയിൽ ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ എൻഡ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം. ഈ ഒരു സെറ്റ് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇടാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടും നല്ല എലഗന്റ് ആയിട്ടും വരുന്ന ഒരു വർക്കാണ് കേട്ടോ. നമുക്ക് ഓണമൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കാനായാലും അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 999 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റും തന്നെ വിത്തിൻ 2 ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. നോർമലി ഡിസ്പാച്ച് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗിലും ആയിരിക്കും. 6 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിസീവ് ആവുന്നത്. അപ്പൊ നിങ്ങൾ 6 ഡേയ്സ് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് റിസീവ് ആയില്ലെങ്കിൽ എൻക്വയറി ചെയ്യട്ടോ. നമ്മൾ ട്രാക്കിംഗ് ആയിട്ട് എടുത്ത് തരുന്നതാണ്. 6 ഡേയ്സ് വരെ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേഗം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ DTDC പ്രിഫർ ചെയ്യാം കേട്ടോ. DTDC വരുമ്പോൾ നമുക്കൊരു 2 ഡേയ്സിലൊക്കെ നമുക്ക് ഐറ്റം റിസീവ് ആവുന്നതാണ്. അത്യാവശ്യമുള്ളവർ DTDC പ്രിഫർ ചെയ്യാം. DTDC വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗിലും ആയിരിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കാട്ടോ. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത്. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തതിന് മുന്നേ തന്നെ ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീഡിയോ ഓഫ് ചെയ്യാം കേട്ടോ. സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കും. എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ താഴെ കണ്ട വാട്സ്ആപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് മെഷർമെന്റ് വേണമെങ്കിൽ അതും എടുത്ത് തരുന്നതാണ്. നിങ്ങളുടെ മെഷർമെന്റ് കൂടി നോക്കിയിട്ട് കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് സ്ലിറ്റിന്റെ മെഷർമെന്റും അതുപോലെ തന്നെ ചെസ്റ്റ് സൈസിന്റെ മെഷർമെന്റ് ഒക്കെ ചോദിക്കാറുണ്ട്.
നിങ്ങളുടെ മെഷർമെന്റ് കൂടി കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോ ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.